ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ക്യൂൻ മേരി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 30-ാം തിരുവചനമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഏറ്റവും അധികം വിശുദ്ധിയുള്ളതായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും ഒക്കെ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. എല്ലാ അപ്പോസ്തലന്മാരും പറയുന്നതും അത് തന്നെയാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. ഈശോ പറയുന്നുണ്ട്, പാപം ചെയ്യുന്ന നല്ലവൻ ആരുമില്ല, ഒരുവൻ പോലുമില്ലെന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. ആ പാപങ്ങളെല്ലാം നമ്മൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞ് നമ്മൾ പശ്ചാത്തപിച്ച് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് യേശുവിനോട് ചേർന്നൊന്ന് ജീവിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. പാപം ചെയ്തല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ല. ചെയ്തുപോയ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയണം. പരിശുദ്ധ അമ്മ അങ്ങനെയാണ്. പാപമില്ലാത്തവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയും ആഗ്രഹിക്കുന്നത് തന്റെ മക്കളെല്ലാം പാപം ചെയ്യാതെ ഏറ്റവും അധികം വിശുദ്ധിയിൽ ജീവിച്ച് പുത്രൻ പറയുന്നത് പോലെ, പുത്രൻ പറയുന്നത് പിതാവ് പറയുന്നതാണ് പുത്രനും പറയുന്നത്. അപ്പൊ അതുപോലെ ഏറ്റവും അധികം വിശുദ്ധിയിൽ ജീവിക്കണം. അതാണ് ഇന്ന് ഈശോ നമ്മോട് പറയുന്നത്. ഇന്ന് ഞാൻ എന്ത് വചനമാണ് പറയേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞത് പശ്ചാത്താപത്തിന്റെ വചനത്തെ കുറിച്ച് പറയാനാണ്. അതുകൊണ്ടാണ് ഞാൻ പശ്ചാത്താപത്തിന്റെ പാപങ്ങളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ അവസാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പാപങ്ങളേറ്റു പറഞ്ഞ് പശ്ചാത്തപിച്ച് മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് സഹോദരങ്ങളോട് സ്നേഹിച്ച് അവരോട് ക്ഷമിച്ച് ഏറ്റവും അധികം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല സമയമായി. അതുകൊണ്ട് പശ്ചാത്തപിക്കണം. എപ്പോഴും തിരുവചനത്തിലുടനീളം പറയുന്നതാണ്. അതാണ് ഞാനും നിങ്ങളോട് ഇന്ന് പറയുന്നത്. പശ്ചാത്തപിക്കണം, ഏറ്റവും അധികം വിശുദ്ധിയിൽ ജീവിക്കണം. അങ്ങനെ ഈശോയെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് ഈശോയെ സ്നേഹിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോടും അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, എൻ്റെ ഈ വചനം അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും പാപബോധവും പശ്ചാത്താപവും എല്ലാം കൊടുത്ത് ഏറ്റവും അധികം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.